എല്ലാവർക്കും നമസ്കാരം. മയസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Ace of Cups, Empress, Queen of Swords, Knight of Cups, King of Wands, Page of Pentacles. Ace of Cups and King of Wands എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം എടുത്താലും അത് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നല്ല വിചാരത്തോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാസമായിരിക്കും. തീരുമാനങ്ങളൊക്കെ വളരെ പക്വതയോട് കൂടിയിട്ട് എടുക്കുന്ന സമയമാണ്. പുതിയ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയമാണ്. പുതിയ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ പ്രണയമായിരിക്കാം. പ്രണയ അഭ്യർത്ഥനകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. പുതിയ പ്രണയം ജീവിതത്തിനൊരു പുതിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതിൽ വ്യത്യാസമുണ്ടാവും, ഇന്ന കാര്യത്തിൽ എന്ത് കാര്യത്തിലാണ് എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ്. ഒരു സ്വയം നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. പ്രണയവും പ്രതീക്ഷകളും ഒക്കെ നൽകുന്ന സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഒരു വിശ്വാസം സ്വയം ഉണ്ടാകുന്നുണ്ട്, സ്വയം ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു സെൽഫ് ലവ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് വളരെ പക്വമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങളോട് അടുത്തിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. നിങ്ങളോട് തന്നെ സ്വയം സംസാരിക്കുന്ന സാധ്യത, അതായത് നിങ്ങൾ സ്വയം ഇരുന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സ്വയം സംസാരിക്കുന്ന, അതായത് സെൽഫ് ടോക്ക്, പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ് ഇവിടെ. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ ബന്ധങ്ങളിൽ നല്ലൊരു ഊഷ്മളത നിലനിർത്താൻ പറ്റുന്ന ഒരു സമയമാണ്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല ആളുകൾക്കും യാത്രകൾ ഈ ഒരു മാസം സാധ്യമാകുന്നുണ്ട്. വീക്കെൻഡിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പിക്നിക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ യാത്രകളും ഒക്കെ വെക്കേഷൻ കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. വെക്കേഷന് വേറൊരു ദൂര സ്ഥലത്തേക്ക് യാത്ര പോകുന്നു ഫാമിലിയായിട്ട്, അതിനുള്ള ഒരു അവസരം, വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള അവസരം പല ആളുകളെയും സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ മറ്റൊക്കെ ചിന്തിക്കുന്നവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ പുതിയ ഐഡിയാസ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഓവർലി ആംബീഷ്യസ് ആയിരിക്കും ചില ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെയാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങണം കാലങ്ങളായിട്ട് ചിന്തിച്ച കാര്യമായിരിക്കും. പക്ഷേ ഈ ഒരു മാസം പെട്ടെന്ന് നിങ്ങൾക്ക് വളരെ ആംബീഷ്യസ് ആയതുകൊണ്ട് അത് തുടങ്ങുകയാണ്, രണ്ടും കൽപ്പിച്ച് അതിലേക്ക് കടക്കുന്നു, വളരെയധികം കോൺഫിഡൻ്റ് ആകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, ഓവർ എക്സ്പെക്റ്റേഷൻ അല്ലാതെ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. ലോകത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരുന്നുണ്ട്. യാത്രകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ യാത്രകൾ ചെയ്യാൻ ഉള്ള അവസരം കിട്ടുകയാണെങ്കിൽ പരമാവധി യാത്രകൾ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എംപ്രസ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. എംപ്രർ എനർജി ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജി. ഒന്ന്, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറ്റുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ സംഭവിക്കുന്ന സമയമാണ്. അതേപോലെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൊതുവെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ചിലപ്പോൾ കുട്ടികളൊക്കെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, എനിക്കും ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു ചിന്തയിലും. ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് അതേപോലെ പ്രായമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവർ, റിട്ടയർ ആയിട്ടുള്ളവർ പ്രത്യേകിച്ച്
റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ജീവിതമൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, യാത്രകൾ പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കണ്ടെത്തി നിങ്ങൾ സ്വയം എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ വേറൊരാൾ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മതി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സമയമാണ്. ഈ ഒരു മാസം ചില ആളുകൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ വിവാഹം അങ്ങനെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവ്യമാകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം വിവാഹത്തിൽ കലാശിക്കാൻ സാധ്യതയുള്ളൊരു മാസം എന്ന് തന്നെ പറയാം. ഒത്തിരി പ്രണയാർദ്രമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സമയമാണ് ഇതെന്നുള്ളത്. നെഗറ്റീവ് മൈൻഡ് സെറ്റൊക്കെ മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതും കാണിക്കുന്നു. അതേപോലെ എംപറർ എനർജി ആൻഡ് പേജ് ഓഫ് പെൻഡിക്കിൾസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് കരിയർ ആൻഡ് ഫിനാൻസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ജോലിയിൽ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങളുടെ സ്ട്രാറ്റജി, നിങ്ങൾ ജോലി ചെയ്യുന്ന രീതി, ഇതൊക്കെ മേലധികാരികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പുതിയ കരിയർ, പുതിയ കണക്ഷൻസ്, പുതിയ ജീവിതം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രോഗ്രസ് ഇല്ല അല്ലെങ്കിൽ മുന്നേറ്റമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ജോലിയിലൊരു മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, പക്ഷേ പ്രൊമോഷന് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പ്രൊമോഷനുള്ളൊരു സാധ്യതയെ ഒരു മാസം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിലൊക്കെ വിജയസാധ്യത കാണിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഡ്രീംസ് റിയാലിറ്റി ആക്കി മാറ്റുന്ന ഒരു മാസം എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോഴും മനസ്സിലുള്ള സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സൗഹൃദങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഉള്ള സൗഹൃദങ്ങൾ നിലനിർത്താൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സാഹചര്യം, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ഒരു സെലിബ്രേഷൻ്റെ മാസമാണ്. ഒത്തിരി ആഘോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ബന്ധങ്ങളും വിജയത്തിൻ്റെതായിട്ടുള്ള ആഘോഷമായിരിക്കാം, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ ആഘോഷവും സന്തോഷവും, വിവാഹം പോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളുടെ ഒരു തൃപ്തിയും സന്തോഷവും ആവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. നിങ്ങളെ പൊതുവേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലാതെ, അല്ലെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പഴി പറഞ്ഞിരുന്ന ആളുകൾ, നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസം വളരെയധികം സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ജോലിയിലുള്ള പ്രൊമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാവാം. അത് കൂടാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കടമൊക്കെ ആയിട്ട് എങ്ങനെ കടം വീട്ടും എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം താൽക്കാലികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നോ ഒരു ധനം വന്നു ചേരുന്നുണ്ട്. അത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ളത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗം വിറ്റ് കിട്ടുന്നതോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് പെട്ടെന്ന് ധനം നിങ്ങളിലേക്ക് എത്തുന്നതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള കടം വീട്ടാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസം കടം മേടിക്കാതെ അതായത് പുതിയ കടം എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഉള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ ലോണോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം വാങ്ങിക്കാൻ വേണ്ടി കടം എടുത്ത് വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പരമാവധി ഈ ഒരു മാസം അവസാനത്തിലേക്കോ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് എടുക്കുന്നതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങിക്കുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.